ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇവിടെ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി ഉണ്ടല്ലോ, ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരം മാത്രം ഉള്ളിലോട്ട് മാറിയിട്ടാണ്. ബസ് റൂട്ട് ഒരു 150 മീറ്റർ, ധാരാളം ബസ്സുകൾ പോകുന്ന ഏരിയ, അത്ര അടുത്താണെന്ന് പറയാം. ബസ്സുകൾ പോകുന്ന ഏരിയ 4,300 സെൻറ്റ് സ്ഥലത്ത് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം കേട്ടോ. അതുപോലെ ഈ ഭാഗത്ത് ടാർ ചെയ്ത് തരും, അത് നമുക്ക് ഈ വില്ലയിൽ പറഞ്ഞിട്ടുള്ള കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡ് അവിടെ അറ്റത്ത് പോയ ഒരു എൻഡാണ് അറ്റത്തിട്ടാ. ഇവിടെ എല്ലാ വീടുകളും ഓൾറെഡി ആളുകൾ താമസിക്കാമെന്ന് പറയാം. എല്ലാ വീടുകളും കച്ചവടം കഴിഞ്ഞിട്ടുള്ള വീടുകളാണ്, ധാരാളം പുതിയ വീടുകളുള്ള ഒരു ഏരിയ എന്ന് പറയാം. ഇതൊക്കെ ടാർ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് തരും. അപ്പോൾ ഇനി ഈ വില്ലയിൽ വേറെ വർക്കുകൾ കിട്ടും, എല്ലാം സെറ്റാണ് ഓൾറെഡി, എല്ലാം ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഇന്നോവ കാർ നമുക്ക് ഈ ഭാഗത്ത് കയറി എടുക്കൂട്ടാ, അല്ല അത്ര വലിയൊരു ഇന്നോവ കാർ. പിന്നെ ഇതിൽ ഓപ്പൺ വെല്ലും ഉണ്ട് കേട്ടോ, ഓപ്പൺ വെല്ലും ഉണ്ട്, ബോർവെല്ലും ഉണ്ട്, 2 വെള്ളം ഉണ്ടെന്ന് പറയാം. 2-3 കാർ ഈസിയായിട്ട് പാർക്കിങ്ങുള്ള സ്ഥലം ഉണ്ടെന്ന് പറയാം. അതുപോലെ ധാരാളം ടെസ്റ്റ് വർക്കുകൾ, LED ബൾബുകൾ കണ്ട, എല്ലാ വർക്കും ഓൾറെഡി കഴിഞ്ഞ് കിടക്കുന്ന ഫിനിഷിങ് കഴിഞ്ഞിട്ടൊരു വീടാണ്. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം. ഡബിൾ പാളി ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പാളിയും അതുപോലെ വലിയൊരു പാളിയും, അങ്ങനെ ഡബിൾ പാളിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കയറി വരുന്ന ലിവിങ് ഹാളാട്ടോ. 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർഫുള്ളായിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് BLDCയുടെ ഫാനാണ് കൊടുത്തത്, റിമോട്ട് കൺട്രോൾ ഫാനേ. മൾട്ടിവുഡിൽ അടിപൊളി ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ആർച്ചോട് കൂടിയിട്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്നു. അതേ മാച്ചിങ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അപ്പോക്സി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ വർക്കും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല, വലിയൊരു ഡൈനിങ് ഹാളാണ് കൊടുത്തത്. ഇവിടെയും BLDCയുടെ ഫാനും ഹോൾ സീലിങ്ങും കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടെന്ന് പറയാം വർക്ക്. നമുക്ക് നേരിട്ട് വന്ന് കാണുമ്പോൾ ഒന്നുകൂടി നമുക്ക് അത് ഫീൽ ചെയ്യും. വാഷേരിയാണ് ഈ സൈഡിൽ കൊടുത്തിട്ടാ, കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ട് മിററൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് താഴത്തെ നില ഒരു ബെഡ്റൂമാട്ടാ, ആ ഒരു ബെഡ്റൂമാണിത്. നല്ല വലിപ്പം കൂടിയ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൺസീൽഡ് ആയിട്ടാണ് LED ബൾബ് കൊടുത്താണ്. BLDCയുടെ ഫാനും കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. 3 പാളി ഡോറോട് കൂടിയിട്ടുള്ള വാൾ ഡ്രോപ്സ് കൊടുത്തു, സെൻറ്ററിൽ മിററൊക്കെ ആയിട്ട്. ഈ സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം ഈ ഒരു സൈഡിൽ ബ്ലൂ ഷെയ്ഡിൽ ടൈല്, വീതി കൂടി ടൈലായിട്ടാണ് കൊടുത്തത്. അത് അപ്പോക്സിയൊക്കെ ചെയ്തിട്ട് മിററൊക്കെ ചെയ്ത് വാഷബിളോട് കൂടിയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ബൾബൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സൈഡിലൊക്കെ വാൾ ടൈലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും വീതി കൂടി ടൈൽ തന്നെയാണ്, ഒരേ കളർ ഫുള്ള് അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, മുകളിലും താഴേക്ക് ആയിട്ട് കണ്ട, ധാരാളം ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചണായിട്ട് കൺസീൽഡായിട്ട് മുകളിൽ LED ബൾബും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു BLDCയുടെ റിമോട്ട് കൺട്രോൾ ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നൊരു ഭാഗമാട്ടോ. ഈ വർക്ക് ഏരിയയിലത്തെ ടൈല് വേറൊരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടി ടൈലാണ് കൊടുത്തത്, വീതി കൂടി ടൈല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെയും വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കബോർഡ് വർക്ക് മുകളിലും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ വാൾ ടൈലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിച്ചണിൻ്റെ ഈ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും ഓൾറെഡി കഴിഞ്ഞ് കിടക്കുക, ഹീറ്ററിനുള്ള പോയിൻറ്റും എല്ലാ വർക്കും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും കൊടുത്തിട്ടുണ്ട്. കൊതുകിൻ്റെ നെറ്റ് വരെ സൈഡിലൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് പുറത്തേക്ക് കിടക്കുന്ന ഭാഗത്ത് കുറേ ഭാഗത്ത് ടൈല് ചെയ്തിട്ടുണ്ട്, ബാക്കി കുറച്ച് ഭാഗത്ത് ബേബി മാറ്റിൽ വിരിച്ചിട്ടുണ്ട്. ഈ ചുമരുമ്പിക്കൊന്നും ചെളിയാവാത്ത വിധത്തിലേ ഓപ്പൺ വെല്ലും ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനൊന്നും ഇവിടെ യാതൊരു ക്ഷാമവും ഇല്ല കേട്ടോ, ധാരാളം വെള്ളം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോർവെല്ലും ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴേലും കാലത്ത് വെള്ളം വറ്റാന്ന് വെച്ചാൽ ഇനി പറയാൻ പറ്റില്ല, കാലങ്ങളൊക്കെ പോണ കാര്യങ്ങൾ. അപ്പോൾ അതും ഓൾറെഡി സെറ്റാണെന്ന് പറയാം. ബാക്ക് സൈഡിലും ധാരാളം വീടുകളുള്ള ഒരു ഏരിയ. 4,300 സെൻറ്റ് സ്ഥലത്ത് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാട്ടാ. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്തെടുക്കാം. മുകളിൽ വശത്തെ ഹാളാട്ടാ. ഇവിടെയും നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി TV യൂണിറ്റ് കൊടുത്താണ്. അതുപോലെ ഹോൾ സീലിംഗ് വർക്ക് കണ്ട, ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റൈലിഷായിട്ട് കൊടുത്തിട്ടുണ്ട്. BLDCയുടെ ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ 2 ബെഡ്റൂമാണ് കൊടുത്താണ്. മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂം കേട്ടോ, അതേ മാച്ചിങ് ടൈല് തന്നെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. വിൻഡോസുകളും ധാരാളം കൊടുത്തിട്ടുണ്ട്. ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൺസീൽഡായിട്ട് LED ബൾബ് ചെയ്തിട്ടുണ്ട്. 3 പാളി ഡോറ് വാൾ ടോപ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ് യൂണിറ്റ് ആയിട്ട് ഈ ഒരു സൈഡിൽ ഒരു സ്പേസ് കിട്ടി കണ്ട, മിററൊക്കെ ചെയ്തിട്ട് ബൾബൊക്കെ കൊടുത്തിട്ട് താഴെ കബോർഡൊക്കെ ചെയ്തിട്ട് ഡ്രസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. നല്ല വീതി കൂടിയ നല്ല വലിപ്പത്തിലുള്ളൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. 3 ബെഡ്റൂം നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടിയെന്ന് പറയാം. ഇവിടെയും ഫാനൊക്കെ ചെയ്തിട്ടുണ്ട്. കൺസീൽഡായിട്ട് LED ബൾബും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 ഡോർ തന്നെ ഇവിടെ വാൾ ടോപ്സ് കൊടുത്താണ്. ഇതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റും കിട്ടിയിട്ടുണ്ട്. വേണ്ട മിററും ബൾബൊക്കെ കൊടുത്തിട്ട് ഒരു സൈഡിലായിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കിട്ടിയിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായ ടൈലാട്ടോ വാൾ ടൈൽ കൊടുത്തതാണ്. 3 ബാത്റൂമും 4 ബാത്റൂമും ഓൾറെഡി വരും കോമൺ അടക്കം വരുമ്പോൾ. ഇവിടെ എല്ലാവിധ ആരാധനാലയങ്ങളും ഉണ്ട് കേട്ടോ. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളൊക്കെ ഒരു 600 മീറ്ററിനുള്ളിലുണ്ട്. മുകളിലത്തെ ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. പ്രൊഫൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് മുകളിൽ കേട്ടോ. സൈഡിലുള്ള വീടുകളാണ് കാണുന്നത്. ധാരാളം വീടുകൾ ഒരു ഏരിയ. എല്ലാ വീടുകളും ഓൾറെഡി ആളുകൾ താമസിക്കുന്നതെന്ന് പറയാം. ടാറിങ് നമുക്ക് ഇവർ തന്നെ ചെയ്തു തരും കേട്ടോ. എല്ലാ വർക്കും കഴിഞ്ഞാൽ നമുക്ക് താക്കോല് തരിക. അല്ലെങ്കിൽ ഇതിൽ വേറെ വർക്കുകളൊന്നും ഇല്ല എന്ന് പറയാം. ഇത് ബാക്കിലത്തെ ഓപ്പൺ ടെറസ്, വല്ല ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം. ഇനി ഒരു ബെഡ്റൂം എപ്പോഴും എടുക്കണമെന്ന് നമുക്കത് എടുക്കും ചെയ്യാം. വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഇവിടെ താഴെയുണ്ട് മുകളിലുണ്ട് കേട്ടോ. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കയറാനുള്ള സ്റ്റയർ ഒരു സൈഡിൽ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാവിധ ആരാധനാലയങ്ങളും ഉണ്ട്. അതുപോലെ എല്ലാ സ്കൂളുകളിലേക്കുള്ള തൃശ്ശൂർ ടൗണിലേക്കുള്ള എല്ലാ സ്കൂളുകളിലുള്ള ബസ്സുകളും നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ പോകും. ഡോൺ ബോസ്കോ സ്കൂളായാലും എല്ലാം അടുത്തുണ്ട്. ഹോളി ഫാമിലി സ്കൂളായാലും അടുത്തുണ്ട്. സൂപ്പർ മാർക്കറ്റുകളും എല്ലാം കൂടെ അടുത്തുണ്ടെന്ന് പറയാം. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക കേട്ടോ. അതുപോലെ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. അടുത്ത പുതിയൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.